ഇതാണ് 200 MP പോർട്രേറ്റ് മാസ്റ്റർ. അതായത് അടിപൊളി ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്ന സാരം. ഈ ഒരു ഫോണിനെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ അപ്കമിംഗ് ഫോൺസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വെയിറ്റ് ആണെങ്കിൽ നല്ല ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു റിയൽമി ഫോൺ വരുന്നുണ്ടെന്ന്. റിയൽമി 16 Pro Plus അതേപോലെ 16 Pro രണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതിലെടുത്ത ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഇതിൽ കിഡിലിന് ലൈറ്റിംഗ് സെറ്റപ്പ് അടക്കമാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് എങ്ങനെയാണ് ഇത്രയും നല്ല ഫോട്ടോ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതുപോലെ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, എല്ലാം ഈ ഒരു ഫോണിൽ ചെയ്യാം. ഇതെങ്ങനെയെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഒരു ബോക്സ് ഓപ്പണിംഗ്, അതായത് ഒരു അൺബോക്സിംഗ് കണ്ടിട്ട് മുമ്പോട്ട് പോകാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി 16 Pro Plus രണ്ട് ഫോണുകളുടെ ബോക്സ്. Pro Plus നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്യാം. മുകളിൽ ചെറിയൊരു ബോക്സ്, അതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ. കേസൊക്കെ നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസൈനെ കുറിച്ച് തന്നെ പറയാനുണ്ടല്ലേ, അത്യാവശ്യം നല്ല ഡിസൈനൊക്കെയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് 80 വാട്ടിൻ്റെ ചാർജർ, ടൈപ്പ് A ടു ടൈപ്പ് C ചാർജിങ് കേബിൾ ഉണ്ട്, സിം ടൂൾ ഉണ്ട്. അത്രയും കാര്യങ്ങൾ ബോക്സ്. ഇനി ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. 16 Proയുടെ ബോക്സിലും എല്ലാ കണ്ടന്റും സെയിം ആണ്. സോ അതുകൊണ്ട് ഞാൻ ഫോൺ മാത്രം ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുകയാണ്. ഇതാണ് 16 Pro. സോ അപ്പോൾ രണ്ട് ഫോണും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. റിയൽമി 16 Pro Plus, ഇത് 16 Pro. പ്രോ ഒരു കർവ്ഡ് ഡിസ്പ്ലേ, ബാക്കിലും ഇത്തിരി കർവൊക്കെ ആയിട്ട് കംഫർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇത്തിരി നൈസായ കർവ്ഡ് ഡിസ്പ്ലേ സെറ്റപ്പ് ഉള്ളൊരു ഡിസൈനാണ് Pro Plus. ഇതൊരു ബോക്സി ഫ്ലാറ്റ് ഡിസൈനാണ് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഡിസൈനെ കുറിച്ചും പറയാനുണ്ട്. കാര്യം ഇത്തിരി വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചാണല്ലോ തുടക്കത്തിൽ വലിയ കാര്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ക്യാമറ പറഞ്ഞിട്ടാവാം ബാക്കിയെല്ലാം. ആദ്യം തന്നെ മെയിൻ ക്യാമറ സാമ്പിൾ കണ്ടു നോക്കിയേ. 200 MP ലൂമ കളർ മെയിൻ ക്യാമറയാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് സാംസങ് HP5 സെൻസറാണ് വരുന്നത്. അതേപോലെ സൂപ്പർ OS, ഫുൾ പിക്സൽ ഓട്ടോ ഫോക്കസ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതിന്റെ സാമ്പിളും കാണാം. പിന്നെ ഇതിന്റെ അടുത്ത മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 50 മെഗാപിക്സലിന്റെ 3.5x ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. പോർട്രേറ്റ് ഇമേജുകൾ നൈസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ 4K HDR വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എടുക്കാനുള്ള സംവിധാനം ഇവരുടെ ക്യാമറയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഫിൽറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കാം. അത് മാത്രമല്ല, ഫോട്ടോ എടുക്കുമ്പോഴായാലും ഒട്ടനവധി ഫിൽറ്റർ ഓപ്ഷനുകൾ, ചില ലൈറ്റിംഗ് ഓപ്ഷനുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് എഫക്റ്റുകളൊക്കെ ഉണ്ട്, സ്റ്റാർ പോലത്തെ, ഹാർട്ട് പോലത്തെ, അതൊക്കെ ഇട്ടുകൊണ്ടും ഫോട്ടോസൊക്കെ എടുക്കാം. അത് കൂടാണ്ട് ഒട്ടനവധി എഫക്റ്റുകൾ നമുക്കിവിടെ കാണാം. ഡേജാവു, റെട്രോ, പിന്നെ ഗ്ലോയിങ്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് എഫക്റ്റിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതായത് ഒട്ടനവധി ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതൊക്കെ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. എന്തായാലും മെയിൻ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ ഇവിടെ കാണിച്ച് തന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ എവിടെയാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ, അതായത് ഈ ഒരു എഫക്റ്റോടുകൂടി വന്ന ഫോട്ടോ എങ്ങനെയാണെന്നല്ലേ സംഭവം. നോർമലി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. താഴെ AI എഡിറ്റ് ജീനി എന്നും പറഞ്ഞുകൊണ്ട് അടിയിൽ അപ്പം തന്നെ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 2-3 ഓപ്ഷനുകളുണ്ട്. അതിൽ AI ലൈറ്റ് മീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിൽ ഒരു കുറച്ച് സമയം ഒന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിൽ ആ ഫോട്ടോ സെറ്റപ്പ് ആയി വരും. ഇതാ കണ്ടോ, നമ്മുടെ ഫേസിലും കാര്യമായ വ്യത്യാസം ഒന്നും വരുന്നില്ല. പക്ഷേ ആ എഡിറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പക്കയാണ്. ഇതിന് വേറെയും 2-3 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് AI സ്റ്റൈൽ മീ, അതിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇതുപോലെ നമ്മളെ ഇപ്പം ഞാൻ ഇതിൽ കോട്ട് സൂട്ടൊക്കെ ആയിട്ട് ആ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ലാസ്റ്റ് AI ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയാക്കുന്ന, ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കുകയാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ തന്നെ ചെയ്യുന്നത്. സോ അപ്പോൾ ഇങ്ങനെ AI എഡിറ്റ് ജീനി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്റ്റോറി ഇടണം, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ആ റീലിൻ്റെ ഫോർമാറ്റിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണെങ്കിൽ അത് മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്താൽ തൊട്ട് താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പം തന്നെ വരും. അതായത് AI ഇൻസ്റ്റാൻറ്റ് ക്ലിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ട മോഡൽ എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ഏത് ട്രാവലിൻ്റെ ആണോ എങ്ങനത്തെ മോഡലാണോ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുകൊണ്ട് ആ ക്ലിപ്പ് എഡിറ്റ് ചെയ്ത് ആനിമേഷനൊക്കെ ഇട്ട് ഭംഗിയാക്കിയും കഴിയും. നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യണം. സോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യപ്രദമായ കാര്യങ്ങൾ ഈ ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ഭാഗത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ 50 മെഗാപിക്സലിൻ്റെ ആണോ. അതിലെടുത്ത ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ഫോട്ടോസ് സെൽഫി എടുക്കാൻ സാധിക്കുന്നുണ്ട്. സെൽഫിയിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS നമുക്ക് വീഡിയോ എടുക്കാം. അതിൻ്റെ സാമ്പിളാണ് ഈ കാണാം. സോ ഓവറോൾ ഈ ഫോണിൻ്റെ ഫോട്ടോസും വൈഡ് ആംഗിൾ ക്യാമറ ആയാലും പോർട്രേറ്റ് ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും എല്ലാം നന്നായിട്ടുണ്ട്. AI എഡിറ്റ് ജീനി അടക്കം ഒട്ടനവധി കാര്യങ്ങൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 16 Proയും ഒട്ടും മോശമല്ല. ഇത് Pro Plusന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. പ്രോയിലും അത്യാവശ്യം നല്ല സെറ്റപ്പ്. അതിലെടുത്ത കുറച്ച് സാമ്പിളൊന്ന് കണ്ടു നോക്കി. മെയിൻ ക്യാമറ 200 MP ലൂമ കളർ മെയിൻ ക്യാമറ തന്നെയാണ് വരുന്നത്. സാംസങ് HP5 സെൻസർ തന്നെയാണ്. സൂപ്പർ OIS സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 50 MP ആണ് സെൽഫി ക്യാമറ. 4K 30 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ രണ്ടായാലും ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ഫോണുകളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് കൊള്ളാമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ AI എഡിറ്റ് ജീനി ഉണ്ടല്ലോ, അത് വന്നിട്ട് ആ എഡിറ്റിംഗ് സംവിധാനം, ഇൻസ്റ്റാൻറ്റ് വീഡിയോ ക്ലിപ്പ്, ആ സംവിധാനമൊക്കെ ഈ 16 Proയിലും വരുന്നുണ്ട്, Pro Plusലും മാത്രമല്ല. സോ രണ്ടിലും നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ. ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ.
ഈ ക്യാമറ മോഡുകളൊക്കെ നോക്കിയേ, മെറ്റൽ മിറർ ക്യാമറ ഡീക്കോ ആണ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ടുണ്ട് ആ സംഭവം. ഇതിലേക്ക് വരുമ്പോൾ മിറർ അല്ല, ഒരു മാറ്റ് ഫിനിഷിലുള്ളതാണ്. ഈ പ്രോ പ്ലസിലാണ് ഈ ഗ്ലാസ് ടൈപ്പ്, ഈ മിറർ ടൈപ്പ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഡിസൈൻഡ് വിത്ത് നവോട്ടോ ഫുക്കസാവ, അതായത് ഒരു ജാപ്പനീസ് ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ്. പുള്ളിയുമായിട്ട് കൊളാബറേഷനിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. ഇൻഡസ്ട്രി ഫസ്റ്റ് ബയോ ബേസ്ഡ് ഓർഗാനിക് സിലിക്കൺ മെറ്റീരിയലാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്, ഒപ്പം തന്നെ ഒരു പ്രീമിയം ടെക്സ്ചറാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് ക്ലോസ് റേഞ്ചിൽ അടുപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. 3 കളറിലാണ് ഇത് വരുന്നത്. മാസ്റ്റർ ഗോൾഡ്, മാസ്റ്റർ ഗ്രേ, കമീലിയ പിങ്ക്. ഇന്ത്യ എക്സ്ക്ലൂസീവ് ആണ് ആ ഒരു കളർ, ഈ പിങ്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇതിന് താഴത്തെ സൈഡിൽ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം സ്ലോട്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡ് എംറ്റി ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ നമുക്ക് സ്പീക്കർ ഗില്ല്, അതേപോലെ മൈക്രോഫോൺ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കാണാം. ഇത് അത്യാവശ്യം ഈ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 8.49 mm ആണ് ഇതിന്റെ തിക്നെസ്, 203 gram ആണ് വെയിറ്റ് വരുന്നത്. ഒപ്പം തന്നെ അത്യാവശ്യം വേണ്ടുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് IP66, 68, 69, 69K തുടങ്ങി എല്ലാ റേറ്റിംഗും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം മഴയും വെള്ളമൊന്നും പേടിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്ന സാധനം. ഫ്രണ്ടിൽ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7i തന്നെയാണ് കേട്ടോ. സോ അവിടെ ഡ്യൂറബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. 16 പ്രോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതേപോലത്തെ സംഭവം തന്നെയാണ്. പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ കർവൊന്നുമില്ല, ഒരു ബോക്സി ഫ്ലാറ്റ് ഡിസ്പ്ലേ സെറ്റപ്പിലാണ് ഇത് വരുന്നത്. ബോക്സി ഡിസൈനാണ്, ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പ്രത്യേകിച്ച് പിന്നെ ഈ മെറ്റൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാറ്റ് ഫിനിഷാണ്. ആ ഒരു മിറർ ഫിനിഷ് കൊടുത്തിട്ടുള്ള ഈ ക്യാമറ ഡീക്കോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഡിസൈൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഈ ഫോണുകളുടെ പെർഫോമൻസിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 16 Pro പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസർ, LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ്, ആ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. അത് വന്നിട്ട് നൈസ് പെർഫോമൻസ് ആണ് തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ഇഷ്യൂസും ഇല്ല. നൈസായിട്ട് സ്മൂത്ത് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം ചെറുകിട ഗെയിമുകൾ, BGMIയോ Asphalt 9 ഒക്കെ ഞാൻ അവിടെ കളിച്ച് നോക്കിയിട്ടുണ്ട്, ഒക്കെ കളിക്കാം. സ്മൂത്ത് എക്സ്ട്രീമിലാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ്. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റ് വരുന്നത്. ഒപ്പം തന്നെ VC കൂളിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 16 ബേസ്ഡ് Realme UI 7.0 ആണ്. അതിൻ്റെ UI കൺട്രോൾ സെൻറ്റർ ഒക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്ലാസ് ടൈപ്പ് സെറ്റപ്പിലേക്കൊക്കെ മാറ്റാം. നൈസ് ആയിട്ടുണ്ട്. Wi-Fi 6, Bluetooth 5.4 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും, നോട്ടിലാണെങ്കിൽ റൈറ്റിംഗ് ടൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, Gemini, സർക്കിൾ ടു സെർച്ച്, ഇങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, അത് ബോറടി ആയി പോകും നിങ്ങൾക്ക്. പിന്നെ 16 പ്രോയിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. പെർഫോമൻസ് കൂടെ കാണാൻ വളരെ സ്മൂത്ത് ആണ്. Dimensity 7300 മാക്സ് 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. Realme UI 7 തന്നെയാണ്. ഞാൻ BGMIയും Asphalt 9 കൂടെ കളിച്ച് കാണിക്കുന്നുണ്ട്. Wi-Fi 5 വരുന്നുള്ളൂ. Bluetooth 5.4 കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഈ രീതിയിൽ നൈസായുള്ള ഒരു പെർഫോമൻസ് നമുക്ക് 16 പ്രോയിലും കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറയുള്ള ഫോൺ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് കൂടി കിട്ടുക എന്ന് പറയുന്നത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സംഭവം നന്നായിട്ടുണ്ട്. പെർഫോമൻസിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഇത് രണ്ടിൻ്റെ ബാറ്ററി നോക്കിയാൽ 7000 mAh ഹ്യൂജ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ടൈറ്റാൻ ബാറ്ററി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല ബാറ്ററിയാണ്. ബാറ്ററി ലൈഫിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു ദിവസമൊക്കെ കഴിഞ്ഞാലും ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 30%-ലധികം ബാറ്ററിയൊക്കെ നമുക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. സോ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത്. ഞാനിത് ഓൾമോസ്റ്റ് ഫുൾ ഡേ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ 31% കാണുന്നത്. സോ അപ്പോൾ നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. 80 വാട്ടിൻ്റെ ചാർജർ 2 ഫോണിൻ്റെയും ബോക്സിൽ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ചും പറയടാവുണ്ട്. അപ്പോൾ ഈ 2 ഫോണിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഡിസ്പ്ലേ, കർവ്ഡ് ഡിസ്പ്ലേ പറയാൻ വിട്ടുപോയി. 6.8 ഇഞ്ച് 144 ഹെർട്സിന്റെ ഹൈപ്പർ ഗ്ലോ 4D കർവ് പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് 16 Pro പ്ലസിൽ കേട്ടോ. നല്ല ഡിസ്പ്ലേ ആണ്. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. HDR10, 10+ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 6500 നിറ്റ്സ് വരുന്നുണ്ട്. സോ ടോപ്പ് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ടോപ്പ് ലെവലിലുള്ള സെറ്റപ്പ് ആണ് Pro പ്ലസിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോൾബി സൗണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16 പ്രോയിൽ വരുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. 1000 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസും 1400 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസും സെറ്റപ്പും കാര്യങ്ങളും അതിലും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഫോണുകൾ രണ്ടും നന്നായിട്ടുണ്ട്. ഇനി ഈ ഫോണുകൾ രണ്ടിന്റെയും പ്രൈസ് രണ്ടും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പ്രൈസ് നോക്കുക. നിങ്ങൾക്ക് ഈ പ്രൈസിന് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് ഈ 2 ഫോണുകളെ കുറിച്ചുള്ള നമ്മുടെ ഒരു ചെറിയ അഭിപ്രായം. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. പിന്നെ ഇത് എവിടെയാണ് അവൈലബിൾ ആവാന്ന് ചോദിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതുപോലെ അടുത്തുള്ള റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ മൊത്തത്തിൽ Realme 16 Pro Plus ആയാലും 16 ആയാലും ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് 200 MP പോർട്രേറ്റ് ക്യാമറ സെറ്റപ്പിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോണുകളാണ്. ഒപ്പം തന്നെ ഇഷ്ടംപോലെ AI ക്രിയേറ്റിവിറ്റി ഫീച്ചേഴ്സ്, നല്ല ബാറ്ററി ലൈഫ്, നല്ല പെർഫോമൻസ്, അങ്ങനെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.